നമസ്കാരം. വളച്ചു കെട്ടാതെ സ്ട്രെയിറ്റ് ടു ദ പോയിന്റ് ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആഗോള തലത്തിൽ വലിയൊരു ജനവിഭാഗം ഈ ഒരു കാലഘട്ടത്തിൽ നോമ്പിൻ്റെ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആഗോള ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ലോകരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളെ സ്മരിച്ചുകൊണ്ട് ഈസ്റ്ററിന് ഒരുക്കമായി വലിയ നോമ്പ് ആചരണത്തിലൂടെ കടന്നുപോകുന്നു. 50 ദിവസമെടുക്കുന്ന ആ ഒരു നോമ്പ് മത്സ്യ മാംസാദികൾ വർജിച്ചുകൊണ്ട് പരിത്യാഗ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് വലിയൊരു ഒരുക്കത്തിൻ്റെ ത്യാഗത്തിൻ്റെ ഒരു അരൂപിയിലൂടെ ആഗോള ക്രൈസ്തവ സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ആഗോളതലത്തിൽ മുസ്ലിം ജനവിഭാഗം റംസാനോടനുബന്ധിച്ച് അവരും ഒരു നോമ്പിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും വലിയൊരു വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു വിരുന്നോടുകൂടി തന്നെ ഓരോ ദിവസത്തെയും ഈ റംസാൻ കാലയളവിലെ അവരുടെ നോമ്പ് അവസാനിപ്പിക്കുന്നു. പലപ്പോഴും കേരളത്തിൻ്റെ സമകാലിക ഒരു ചിത്രമെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള വിഭവസമൃദ്ധമായിട്ടുള്ള വിരുന്നൊരുക്കുവാൻ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ രാഷ്ട്രീയ നേതാക്കൾ മത്സരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലാ മതവിഭാഗക്കാരുടെയും നികുതി പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മതപരമായിട്ടുള്ള സ്വഭാവമുള്ള വിരുന്ന് ഒരുക്കുന്നത് എന്നത് മറ്റൊരു പ്രസക്തമായിട്ടുള്ള ഒരു വീക്ഷണം തന്നെയാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു വിരുന്നൊരുക്കൽ അതിൻ്റെ ആ ഒരു പ്രൗഢിയോടുകൂടി അല്ലെങ്കിൽ ആ സമാനമായിട്ടുള്ള ഒരു പ്രൗഢഗംഭീരമായി അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധമായി ക്രിസ്മസിൻ്റെ കാലഘട്ടത്തിലോ ഈസ്റ്ററിൻ്റെ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസത്തിൻ്റെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ആഘോഷങ്ങളോടനുബന്ധിച്ചോ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല എന്നതും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. റംസാൻ നോമ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് വളരെയധികം പ്രാധാന്യത്തോടുകൂടി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വളരെ വളരെ കൗതുകരമായിട്ടുള്ള ഒരു പ്രതിഭാസത്തിനും ഈ കാലയളവിൽ കേരള സമൂഹം സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് വളച്ചു കെട്ടാതെ ഈ ഒരു പ്രോഗ്രാം ഇന്ന് ഇവിടെ അത്തരം വിഷയങ്ങൾ ചർച്ചയ്ക്ക് എടുക്കുന്നത്. എന്തുകൊണ്ടാണ് പലപ്പോഴും എല്ലാ വിഭാഗത്തിലുള്ള മതവിഭാഗത്തിൽപ്പെട്ടവരും തിങ്ങിപ്പാർക്കുന്ന കേരളത്തിൽ ചില പ്രത്യേക മതാചാരണങ്ങൾക്ക് അല്ലെങ്കിൽ ചില പ്രത്യേക ആചാരങ്ങൾക്ക് അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങൾക്ക് മാത്രം ചില ഒരു ഗ്ലോറിഫിക്കേഷൻ ഒരു അമിതമായിട്ടുള്ള ഒരു പ്രാധാന്യം പലപ്പോഴും ലഭിക്കുന്നത്? അതിൻ്റെ പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അജണ്ടയുണ്ടോ? ഒപ്പം തന്നെ ക്രൈസ്തവർ ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന വലിയ നോമ്പിൻ്റെ ആ ഒരു മഹത്വം, ആ ഒരു അനന്യത എത്രത്തോളമുണ്ട്, അതിൻ്റെ ഒരു ഗൗരവം, അതിനെപ്പറ്റിയാണ് ഇന്ന് വളച്ചുകെട്ടാതെ ഈ ഒരു പ്രോഗ്രാമിൽ ഇന്നത്തെ പ്ലാറ്റ്ഫോം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ ചോദ്യങ്ങൾക്ക്, ഈ വിഷയങ്ങൾക്ക് വളച്ചുകെട്ടാതെയുള്ള ഉത്തരങ്ങളുമായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ റോയി കണ്ണഞ്ചിറ CMA ആണ്. ഫാദർ റോയി കണ്ണഞ്ചിറ, സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് അങ്ങേ സ്വാഗതം ചെയ്യുകയാണ്. അച്ഛാ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആഗോളതലത്തിൽ വലിയൊരു ജനവിഭാഗം നോമ്പിൻ്റെ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം മതവിശ്വാസികൾ റംസാൻ നോമ്പ് അനുഷ്ഠിക്കുന്നു. ക്രൈസ്തവ മതവിശ്വാസികൾ വലിയ നോമ്പിൻ്റെ 50 നോമ്പിൻ്റെ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സമകാലിക സാമൂഹിക ഒരു സാഹചര്യത്തിൽ പലപ്പോഴും പല മാധ്യമങ്ങളും അവരുടെ ഒരു റിപ്പോർട്ടിംഗ്, ചില ആചാരങ്ങളോട് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ പുലർത്തുന്ന ഒരു മനോഭാവം അല്ലെങ്കിൽ ഒരു അമിതമായ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ചില ആചാരങ്ങളെ സംബന്ധിച്ച് മാധ്യമങ്ങൾ നടത്തുന്ന റിപ്പോർട്ടിംഗ്, അത് പലപ്പോഴും അത്തരത്തിലുള്ള റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മനോഭാവം ഇതര മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ആചാരങ്ങളെക്കുറിച്ച്, തങ്ങളുടെ അനുഷ്ഠാനങ്ങളെക്കുറിച്ച് ഒരു അപകർഷതാബോധം അല്ലെങ്കിൽ തങ്ങളുടെ സമുദായം ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ അത്തരം ആചാരങ്ങൾ കാലഹരണപ്പെട്ടതാണ്, ഇത്തരം ആചാരങ്ങളാണ് കുറെ കൂടി നല്ലത്, മികച്ചത് എന്ന ഒരു മിഥ്യാധാരണ അവരുടെ ഉള്ളിൽ ജനിപ്പിക്കുവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ക്രൈസ്തവർ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വലിയ നോമ്പിൻ്റെ അതിൻ്റെ ഒരു യുണീക്നെസ്, അതിൻ്റെ ഒരു മഹത്വം അങ്ങൊന്ന് പങ്കുവെക്കാം. ജോർജി, നല്ല ഒരു ചോദ്യമാണ്. ഇത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ ജീവിതകാലത്തെ ഏറ്റവും വലിയ നോമ്പിൻ്റെ കാലഘട്ടമാണ്. 50 നോമ്പിൻ്റെ കാലഘട്ടമാണ്. അതിന് അതിൻ്റെതായ ആത്മീയ പശ്ചാത്തലമുണ്ട്, അടിസ്ഥാനങ്ങളുണ്ട്. അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയാം. ഇവിടെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ റംസാൻ നോമ്പ് നോക്കുന്ന ഒരു കാലഘട്ടമാണ്. 2 മാസം മുമ്പ് നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ ദീർഘകാലം നോമ്പ് നോക്കി ശബരിമലയിലേക്ക് തീർത്ഥാടനം നടത്തുന്ന ഈ ഒരു കാലഘട്ടം. അപ്പൊ നമ്മുടെ ഹൈന്ദവ, ക്രൈസ്തവ, ഇസ്ലാം
മതവിശ്വാസികൾക്കെല്ലാം അവരുടെ വിശ്വാസ ജീവിതത്തിന്റെ ഒരു ആത്മീയമായ ഒരു നവീകരണത്തിനും ഒരു ദൈവവിശ്വാസത്തിലേക്കുള്ള ഒരു മടക്കയാത്രയ്ക്കും ഒക്കെയുള്ള അവസരമായിട്ടാണ് ഈ നോമ്പുകാലം എല്ലാവരും കാണുന്നത്. അത് പവിത്രമായ ഒരു പ്രാർത്ഥനാ കാലമാണ്. അതെല്ലാവരും ആദരവോടുകൂടി നിർവഹിക്കുന്ന അനുഷ്ഠാനങ്ങളും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ നോമ്പ് കാലത്ത് ചില നോമ്പ്, അതായത് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ ഈ റംസാൻ നോമ്പ് കാലം, ഇപ്പം ജോർജ് പറഞ്ഞത് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു പൊതുസമൂഹം, അല്ലെങ്കിൽ മാധ്യമങ്ങൾ, രാഷ്ട്രീയക്കാർ. ഇഫ്താർ വിരുന്നുകൾ നടത്തി അവരെല്ലാ മതസ്ഥരെയും ഒരുമിച്ച് ചേർത്ത് അവരുടെ വിശ്വാസം എല്ലാവരിലേക്കും എത്തിക്കാൻ പരിശ്രമിക്കുന്നു. അതിന് മറ്റു മതങ്ങള് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. മറ്റു മതങ്ങൾ വിഷമിക്കുകയല്ല വേണ്ടത്. എനിക്ക് അക്കാര്യത്തിൽ മുസ്ലിം സഹോദരങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം അവരുടെ വിശ്വാസം അവർ പരസ്യമായി പ്രകടിപ്പിക്കാൻ സർക്കാർ സംവിധാനങ്ങളെ വളരെ സമർത്ഥമായി ഉപയോഗിക്കുന്നതിൽ അവർ വിജയിക്കുന്നുണ്ട്. ഇഫ്താർ വിരുന്ന് എന്ന് പറയുന്നത് ഒരു മതസൗഹാർദ്ദ സമ്മേളനമല്ല, അത് ഇസ്ലാം മതത്തിന്റെ പ്രഘോഷണ വേദിയാണ്. മറ്റേതെങ്കിലും മതങ്ങൾ അവിടെ അവരുടെ വിശ്വാസം പ്രഘോഷിക്കാനോ ഒരു മതസൗഹാർദ്ദ ചർച്ച നടത്താനുള്ള സാഹചര്യങ്ങൾ ഇഫ്താർ വിരുന്നിൽ കാണുന്നില്ല. കാരണം അത് മുസ്ലിം സഹോദരങ്ങൾ അവരുടെ പ്രാർത്ഥനയുടെ ഭാഗമായി നോമ്പ് തുറക്കുന്ന സമയത്തോട് ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു മറ്റു മതസ്ഥരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രാർത്ഥന വേളയാണ്. അവിടെ നല്ല ഭക്ഷണം കൊടുക്കുന്നു, അതുകൊണ്ട് കൂടുതൽ പേര് അതിൽ പങ്കെടുക്കുന്നു. ഒപ്പം അവരുടെ വിശ്വാസത്തിന്റെ ഒരു പരസ്യ പ്രഘോഷണമാണ്. അതിനെ വളരെ സിസ്റ്റമാറ്റിക്കായി മുഖ്യമന്ത്രിയെ കൊണ്ട് പോലും ചെയ്യിപ്പിക്കുന്നതിൽ അവർ വിജയിക്കുന്നു. അത്രമാത്രം രാഷ്ട്രീയ സ്വാധീനം അവർക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവരത് ചെയ്യുന്നതിനകത്ത് മറ്റു മതസ്ഥര് അസൂയപ്പെട്ടിട്ട് എന്താ കാര്യം? അവർക്കും സാധിക്കുമെങ്കിൽ അവരും ചെയ്യട്ടെ. ഇപ്പോൾ രാമായണ മാസാചരണമോ ക്രിസ്മസ് ആഘോഷമോ ഒക്കെ വിവിധ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നടത്തുന്നതിൽ അതത് മതസ്ഥർ പരിശ്രമിക്കട്ടെ, അവർ വിജയിക്കട്ടെ. അതിന് നമ്മൾ അങ്ങനെ ചെയ്യുന്നവരെ ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അത് ഒരു മതസൗഹാർദ്ദ കൂട്ടായ്മയാണ് എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. വിവിധ മതത്തിലുള്ളവർ സൗഹാർദ്ദത്തോടെ അവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതൊരു ശരിയാണ്. അതല്ലാതെ മറ്റു മതങ്ങളുടെ ചിന്തകൾ അവിടെ പങ്കുവെക്കപ്പെടുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് മതസൗഹാർദ്ദ സമ്മേളനം എന്ന് പറയേണ്ടത്. ഇത് അങ്ങനെ അതിനെ വിളിക്കേണ്ട, അവരതിനെ അങ്ങനെ വിളിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. ഇഫ്താർ വിരുന്ന് എന്ന് പറയുന്നത് മതസൗഹാർദ്ദ സമ്മേളനമായിട്ട് മുസ്ലിങ്ങൾ വിളിക്കുന്നതായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അങ്ങനെയല്ല. അവരവരുടെ വിശ്വാസം പ്രഘോഷിക്കാൻ വേണ്ടി മറ്റു മതസ്ഥരെ കൂടി വിളിച്ചു ചേർത്ത് ഒരു നല്ല വേദി ഒരുക്കുന്നു. ആ വേദിക്ക് കൂടുതൽ രുചി പകരാനായി നല്ല ഭക്ഷണം കൊടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അവരുടെ മത പ്രഘോഷണം നടക്കുന്നുണ്ട്. അതിന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വേദി ഒരുക്കി കൊടുക്കുന്നുണ്ട്. അത് അവരുടെ സ്വാധീനം കൊണ്ടാണ്. അതുപോലെ തന്നെ ക്രൈസ്തവരും ചെയ്യട്ടെ. ആരെങ്കിലും എതിർക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഒരു ഈസ്റ്റർ സെലിബ്രേഷൻ, ഒരു ഉയർപ്പ് തിരുനാൾ ആഘോഷം നടത്താനായിട്ട് ക്രൈസ്തവ സമൂഹത്തിന് സ്വാധീനമുണ്ടോ? ഉണ്ടെങ്കിൽ ചെയ്യട്ടെ. ഇപ്പൊ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ എത്രയോ ഇടങ്ങളിൽ ഇഫ്താർ വിരുന്നുകൾ എല്ലാ ദിവസവും നടക്കുന്നുണ്ടല്ലോ. റംസാൻ കാലഘട്ടങ്ങളിൽ 30 ദിവസവും നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ 30 ദിവസവും അവരുടെ ഈ മതവിശ്വാസത്തെ മറ്റ് മതസ്ഥരിലേക്ക് എത്തിക്കാനും അവരുടെ വിശ്വാസികളുടെ ഇടയിൽ ആ വിശ്വാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാനും അത് പങ്കുവെക്കാനും ഒക്കെ ആയിട്ട് അവരുടെ മത നേതാക്കൾ വളരെ പ്ലാൻ ചെയ്ത് സമർത്ഥമായ രീതിയിൽ ആ വേദിയെ അവർ വിജയകരമായി ഉപയോഗിക്കുന്നുണ്ട്. ഞാനതിനവരെ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ എനിക്കും ചെയ്യാൻ കഴിയണം. അതിനിവിടെ നമുക്ക് അവസരവുമുണ്ട്. കാരണം അതിനാരും എതിർക്കുന്നില്ല. അതുകൊണ്ട് ഏതെങ്കിലും മതസ്ഥരുടെ നോമ്പിന്റെ ആഘോഷങ്ങൾ മറ്റ് മതസ്ഥരുടെ ആഘോഷങ്ങളെക്കാൾ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ അതിൽ ആരും വിഷമിച്ചിട്ട് കാര്യമില്ല. ഇനി ജോർജ് പറഞ്ഞൊരു കാര്യമുണ്ട്, മാധ്യമങ്ങൾ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. അവർക്ക് മാധ്യമങ്ങളിലും സ്വാധീനമുണ്ട്, മാധ്യമങ്ങളെയും അവർ സ്വാധീനിക്കുന്നുണ്ട്.
ഈ വാർത്തകൾ കൊടുക്കാനായിട്ട് മാധ്യമങ്ങൾക്കും താല്പര്യമുണ്ട്. കാരണം അവരിൽ നല്ല പരസ്യദാതാക്കൾ ഉണ്ടാവും, നല്ല ഫണ്ടേഴ്സ് ഉണ്ടാവും, പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ടാവും. ഈ മാധ്യമങ്ങളിൽ തന്നെ അവർക്ക് സ്വാധീനം ചെലുത്താനായിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും. സെക്യുലർ മാധ്യമങ്ങളാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന പല മാധ്യമങ്ങളിലും ഇത്തരത്തിലുള്ള വാർത്തകൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വാർത്തകൾ വരാറുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതെ, അച്ഛൻ പറഞ്ഞതുപോലെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഒരു വിവാദമുണ്ട്. മനോരമ ദിനപത്രത്തിൽ റംസാൻ നിലാവ് എന്നൊരു പങ്ക്തിയിൽ വന്ന ഒരു ലേഖനം, അത് വലിയ രീതിയിലുള്ള ഒരു വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു. കേരളത്തിൽ തന്നെ ഒരു ആര്യങ്കാവ് ഇടവകയിലെ വികാരിയച്ഛൻ്റെ നേതൃത്വത്തിൽ അതിൽ വന്ന ആ ലേഖനത്തിലെ ഒരു കണ്ടന്റ്, അതൊരു ക്രൈസ്തവ വിരുദ്ധമായിട്ടുള്ള ഒരു കണ്ടന്റ്, അതിനെ ചൊല്ലിയാണ് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതിനോട് പ്രതിഷേധ സൂചകമായിട്ട് മനോരമ പത്രം കത്തിക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞത് കറക്റ്റാണ്. സെക്യുലർ മാധ്യമങ്ങളെ പോലും വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന രീതിയിൽ ഇവരുടെ ഒരു സ്വാധീന ശക്തി വളർന്നിട്ടുണ്ട്. ജോർജി, പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പ് പ്രധാനപ്പെട്ടതാണ്. അതിനകത്ത് പല മാധ്യമങ്ങളും ഒരു പോളിസി ഒന്നും സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു വാർത്ത കൊടുത്തില്ലെങ്കിൽ എത്ര വായനക്കാർ നഷ്ടപ്പെടും, എത്ര പരസ്യം നഷ്ടപ്പെടും, പരസ്യദാതാക്കൾക്ക് അപ്രീതി ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള വാർത്തകൾ യാതൊരു മാനദണ്ഡവും കൂടാതെ കൊടുക്കുന്ന മാധ്യമങ്ങളെയാണ് ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ഇന്ന വാർത്ത ഞങ്ങൾ ഇന്ന പോളിസിയുടെ പേരിൽ കൊടുക്കില്ല എന്ന് വാശി പിടിച്ച് ചില പ്രത്യേക ബോധ്യങ്ങളുടെ പേരിൽ നിലനിൽക്കുന്ന പത്രങ്ങൾ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള പത്രങ്ങൾക്ക് പക്ഷെ ഈ പറഞ്ഞ പോലെ വരിക്കാര് ഉണ്ടാവണമെന്നില്ല. ഇവിടെ ഇപ്പം മുമ്പേ സൂചിപ്പിച്ചതുപോലെ റംസാൻ കാലത്ത് എല്ലാ ദിവസവും റംസാനെ പറ്റിയുള്ള വാർത്തകൾ ഈ പത്രത്തിൽ കൊടുക്കുന്നുണ്ട്. അത് ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്, മറ്റു പത്രങ്ങളും കൊടുക്കുന്നുണ്ട്. അതേസമയം 50 നോമ്പിന്റെ ദിവസങ്ങളിൽ 50 ദിവസവും ക്രൈസ്തവ സമൂഹം ഈ പത്രം വരുത്തുന്നുണ്ട് എന്നുള്ളതിന്റെ പേരിൽ ഈ പറഞ്ഞ പത്രത്തിൽ 50 നോമ്പിനെ പറ്റിയുള്ള ദൈവവചന വിചിന്തനങ്ങളോ ബൈബിൾ അടിസ്ഥാനത്തിലുള്ള അതിന്റെ വ്യാഖ്യാനങ്ങളോ അങ്ങനെ കൊടുക്കണം എന്ന് അവർക്ക് തോന്നുന്നില്ല. കാരണം കൊടുത്തില്ലെങ്കിലും ആരും ചോദിക്കാനില്ല, അല്ലാതെ തന്നെ ആ പത്രം വരുത്തുന്നുണ്ടാവും. അപ്പം വായനക്കാരെ പ്രീണിപ്പിക്കാൻ ഏത് തരത്തിലുള്ള അവതരണമാണ് നല്ലത് എന്ന് മാനേജ്മെന്റിന് അറിയാം, ഓരോ പത്രത്തിന്റെയും മാനേജ്മെന്റിന് അറിയാം. അതുകൊണ്ട് അവര് അത്തരത്തിലുള്ള വാർത്തകൾ കൃത്യമായിട്ട് കൊടുക്കും. ഞാനും ആ വാർത്ത കണ്ടിരുന്നു. ഈ റംസാൻ നിലാവ് എന്ന പേരിൽ ഒരു വ്യക്തി എഴുതിയ അതില് മറ്റ് മതസ്ഥരെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു പ്രയോഗം അവിടെ വേണമെങ്കിൽ ആ രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന അതിൽ കണ്ടിരുന്നു. അത് ഒരുപക്ഷെ ഈ പത്രം അറിയാതെ വന്നതാണ് എന്നാണ് ഇപ്പോൾ പലരും സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത്. ഇപ്പൊ മണിമല പള്ളിയില് മതബോധനത്തിന്റെ സമ്മേളനം നടത്തിയ വാർത്ത കൊടുത്തപ്പോൾ അതിനകത്ത് പോലും ഇഫ്താർ വിരുന്ന് നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റായ വാർത്ത വരികയും പിറ്റേ ദിവസം അതിന്റെ ചുവട്ടിൽ വളരെ ചെറിയൊരു ക്ഷമാപണം മനോരമ പത്രം കൊടുക്കുകയും ചെയ്തത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പം കൂടുതൽ വായനക്കാര്, കൂടുതൽ പരസ്യദാതാക്കൾ ഉള്ള ഒരു സമൂഹത്തെ ഏത് വിധേനയും തൃപ്തിപ്പെടുത്താനുള്ള തിരക്കിനിടയിൽ മറ്റു ചില മതസ്ഥരുടെ വാർത്തകളിൽ ഒരു അധിനിവേശം നടത്തുന്നു അല്ലെങ്കിൽ ചാടിക്കയറുന്നു എന്നുള്ളത് സംഭവിക്കാവുന്ന കാര്യമാണ്, അശ്രദ്ധ കൊണ്ട് സംഭവിക്കാവുന്ന കാര്യമാണ്. അവർ ക്ഷമാപണം നടത്തിയ സ്ഥിതിക്ക് നമ്മൾ അതിനെപ്പറ്റി പിന്നീട് ഒരു ചർച്ച വയ്ക്കുന്നതിനകത്തും കാര്യമില്ല. കാരണം അവർക്ക് തെറ്റുപറ്റിയതാണെന്ന് അവർ സമ്മതിക്കുകയും ചെയ്യും. അപ്പൊ ഇതിന്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ക്രൈസ്തവ വിശ്വാസത്തെ പറ്റി, വലിയ നോമ്പിനെ പറ്റി, 50 നോമ്പിനെ പറ്റി, മറ്റു മതസ്ഥരുടെ നോമ്പിനെ പറ്റി കൊടുക്കുന്നത് പോലെ കൊടുക്കുന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ആ പത്ര മാനേജ്മെന്റിന് ബോധ്യമുള്ളത് കൊണ്ടാണ്. അവരുടെ ഇപ്പൊ ക്രൈസ്തവരെ പറ്റി കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല എന്ന് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്. ഇപ്പൊ ദീപിക പത്രത്തിൽ 50 നോമ്പിന്റെ വാർത്തകൾ കൃത്യമായിട്ട് കൊടുക്കുന്നതിന്റെ കാരണം ദീപിക എന്ന് പറയുന്നത് കാത്തലിക് ഇൻസ്പയർഡ് സെക്യുലർ ഡെയിലിയാണ്. അതുകൊണ്ടാണ്. കാരണം കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ക്രൈസ്തവ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിർവഹിക്കുന്ന പത്രമായതുകൊണ്ട് ദീപിക പത്രത്തിൽ 50 നോമ്പിന്റെ വാർത്തകൾ വിവിധ സുവിശേഷ പ്രഘോഷകരെ അവരെ കൊണ്ട് എഴുതിപ്പിക്കുന്നുണ്ട്. അത് ക്രൈസ്തവരായിട്ടുള്ള വായനക്കാരെ സംബന്ധിച്ചിടത്തോളം ദീപിക പത്രം വായിക്കുമ്പോൾ
50 നോമ്പ് വലിയ ഒരു പ്രാർത്ഥനാനുഭവമാണ് എന്ന് അനുഭവിക്കാനായിട്ട് അത്തരത്തിലുള്ള വിശദീകരണങ്ങൾ സഹായിക്കുന്നുണ്ട്. അതേസമയം മറ്റു പത്രങ്ങൾ വായിക്കുന്ന ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം 50 നോമ്പ് അത്ര വലിയ പ്രാധാന്യമുള്ളതല്ല എന്ന്, മറ്റ് നോമ്പുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ പത്രങ്ങൾ ഈ വായനക്കാരെ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം ഇൻഡയറക്റ്റ് ആയിട്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കൊടുക്കുന്നതിനെ പറ്റി പരാതി പറയുന്നതിനകത്ത് അർത്ഥമില്ല. ഒന്നുകിൽ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ വാർത്തകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന പത്രങ്ങൾ അവർ വായിക്കണം, വരുത്തണം. അല്ലാത്ത പത്രങ്ങൾ വരുത്തിയിട്ട് ഇതിനകത്തില്ല എന്ന് പറഞ്ഞ് പിന്നെ വിഷമിച്ചിട്ട് എന്ത് കാര്യം? അപ്പൊ അതുകൊണ്ട് ഇത് മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്തകൾ കൊടുക്കുന്നതിന്റെ ഒരു പശ്ചാത്തലം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വലിയൊരളവ് വരെ അവരുടെ നിലനിൽപ്പിന്റെ വിഷയമാണ്. കാരണം പത്രം ചെലവാകണം, വരിക്കാരുണ്ടാവണം, പരസ്യം കിട്ടണം. ഈ 2 കാര്യങ്ങളാണ് പത്രത്തിൽ വരുന്ന ഒരു വലിയ അളവ് വാർത്തകളുടെ പശ്ചാത്തലം. ഒപ്പം ചാനലുകളാണെങ്കിലും അതുപോലെ തന്നെ അവർക്ക് പരസ്യദാതാക്കൾ ആരാണ്, അവർക്ക് വ്യൂവേഴ്സ് ഏത് രീതിയിലാണ് ഹൈക്ക് ചെയ്യുന്നത്, അത് നോക്കിയിട്ട് തന്നെയാണ് വാർത്തകൾ ഡിസൈൻ ചെയ്യുന്നത്. അതല്ലാതെ സത്യസന്ധമായ വാർത്ത മാത്രമാണ് എൻ്റെ ഈ പത്രത്തിലുള്ളത്, ഇതാണ് ഞാനിപ്പോൾ ഇടുന്ന ഈ വാർത്ത തന്നെയാണ് ഏറ്റവും കൃത്യമായ അവതരണ ശൈലി, ഇങ്ങനെയാണ് ഈ വാർത്ത തന്നെ വരേണ്ടത് എന്ന് ഉറപ്പിച്ച് കൊടുക്കുന്ന മാധ്യമങ്ങൾ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വലിയൊരളവ് മാനദണ്ഡം എന്ന് പറയുന്നത് വായനക്കാരുടെ അഭിരുചിക്ക് ഇണങ്ങുന്ന രീതിയിൽ കൊടുക്കാനുള്ള താല്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പല മാധ്യമങ്ങളും അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും. കാരണം കൂടുതൽ പരസ്യവും വരിക്കാരും അവിടുന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു നോമ്പിൻ്റെ ഒരു വിഷയത്തിലേക്ക് തന്നെ വീണ്ടും നമുക്ക് തിരിച്ചു വരാം. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ മാധ്യമങ്ങളുടെ ഒരു ജാഗ്രത കുറവ് അത് ചൂണ്ടിക്കാണിച്ചത്. നമുക്കറിയാം, നമുക്കിപ്പോൾ ക്രൈസ്തവ സമൂഹം തന്നെ ഇപ്പം വലിയ നോമ്പിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നു. നമ്മൾ തീർച്ചയായും പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഈ വളർന്നു വരുന്ന തലമുറ. അത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവർ ഒരു വാർത്തയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ലോകം എന്ന് പറയുന്നത് അവരുടെ കയ്യിലുള്ള മൊബൈൽ ഫോണാണ്. പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളാണ്, ഇൻസ്റ്റാഗ്രാം പോലുള്ള, ഫേസ്ബുക്ക് പോലുള്ള സാമൂഹ്യ മാധ്യമങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ടൊന്ന് പരിശോധിച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഇവർക്ക് കിട്ടുന്ന ഒരു ഇൻപുട്ട് ചില മതാചാരങ്ങളെ വലിയ രീതിയിൽ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് ഒരു മഹത്വവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു ഇൻപുട്ടാണ് പലപ്പോഴും ഈ വളർന്നു വരുന്ന തലമുറയുടെ ഉള്ളിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഇപ്പോൾ ഒരു വേദപാഠ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം വലിയ നോമ്പ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും കൃത്യമായിട്ടുള്ള ഉത്തരം ആ കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു യുവാവിന്, യുവതിക്ക് നൽകാൻ സാധിക്കണമെന്നില്ല. അത് സമുദായത്തിൻ്റെ ഭാവിയെ തന്നെ, നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കുന്ന ഒരു കാര്യം തന്നെയില്ല. കാരണം ഒരു സമുദായത്തെ നിലനിർത്തുന്ന അതിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളാണ്, ആത്മീയ ആചാരങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രവണത ദൂരവ്യാപകമായിട്ടുള്ള ഒരു പ്രത്യാഘാതം സൃഷ്ടിക്കാനുള്ള എല്ലാ സാധ്യതയും ഇല്ലേ ഫാദർ റോയ് കണഞ്ചറ? ജോർജി, മറ്റ് മതങ്ങളുടെ ആചാരങ്ങളെ പറ്റി, അനുഷ്ഠാനങ്ങളെ പറ്റി, വിശ്വാസത്തെ പറ്റിയൊക്കെയുള്ള കത്തോലിക്ക സഭയുടെ പൊതുവായ കാഴ്ചപ്പാട് ഓരോ രാജ്യത്തെയും ഭരണഘടന അനുസരിച്ച് നൽകുന്ന മനുഷ്യന്റെ വ്യക്തിപരമായ അവകാശങ്ങളോട് ബന്ധപ്പെട്ടും കൂടിയാണ്. സഭയ്ക്ക് സഭയുടേതായ ഒരു കാഴ്ചപ്പാടുണ്ട്. സഭയുടെ കാഴ്ചപ്പാട് ഇതര മതങ്ങളെ ആദരിച്ചുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഇപ്പൊ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പൗരത്വമുള്ള എല്ലാവർക്കും ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അവർ ആഗ്രഹിക്കുന്ന ഏത് മതവിശ്വാസവും പിന്തുടരാനുള്ള സാഹചര്യവുമുണ്ട്. നമ്മുടെ ക്രൈസ്തവ വിശ്വാസികളായ യുവജനങ്ങളെ സംബന്ധിച്ച്, കുട്ടികളെ സംബന്ധിച്ച് നമ്മുടെ വലിയ നോമ്പും നമ്മുടെ അനുഷ്ഠാനങ്ങളും ക്രൈസ്തവ മതത്തിന്റെ വിശ്വാസ പ്രഘോഷണങ്ങളുമൊക്കെ പ്രാധാന്യമുള്ളതാണ് എന്ന് വിശ്വസിക്കുന്ന വലിയൊരളവ് യുവജനങ്ങളുണ്ട്, കുട്ടികളുണ്ട്. അതിന്റെ അർത്ഥം ശരിക്കും അന്വേഷിച്ചറിയുന്ന മക്കളുമുണ്ട്. അങ്ങനെ അറിയുമ്പോഴും മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ പറ്റി, അനുഷ്ഠാനങ്ങളെ പറ്റി നമ്മൾ വെറുപ്പോ പുച്ഛമോ ഒന്നും നിലനിർത്തേണ്ട ആവശ്യവുമില്ല. തീർച്ചയായും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മൈൻഡ്, ഞാൻ പലതവണ നമ്മുടെ ഷക്കൈനയിലൂടെ തന്നെ, ഞാൻ ഈ TV ചാനലിലൂടെ തന്നെ ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ വ്യക്തിപരമായി ഒരു മതത്തിനും എതിരല്ല. പക്ഷെ ഞാൻ എൻ്റെ മതത്തിന് അനുകൂലമാണ്. മറ്റേ ഏത് മതവിശ്വാസി, എനിക്ക് എല്ലാ മതങ്ങളിലും എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, സഹപ്രവർത്തകരുണ്ട്, സഹോദരങ്ങളെ പോലെ ഒരുമിച്ച് കൈകോർത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്. അവിടെ ആ പ്രവർത്തന സമയത്തൊന്നും ഏതെങ്കിലും ഒരു മതധാരയിലുള്ള വ്യക്തിയാണ്, ഇന്ന മതധാരയിലുള്ള വ്യക്തിയാണ് എന്ന് വിചാരിച്ച് യാതൊരു തരത്തിലുമുള്ള തിരിച്ചു വ്യത്യാസം ആരും എന്നോട് കാണിക്കുന്നില്ല, ഞാനും കാണിക്കില്ല, കാണിക്കാനും പാടില്ല. അത് കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് ശരിയുമല്ല.
ഞാൻ ആർക്കും എതിരല്ല. പക്ഷെ ഞാൻ വിശ്വാസത്തിന്റെ കാര്യത്തിൽ എന്റെ വിശ്വാസത്തിന് അനുകൂലം. Yes, yes. ഇത് ആർക്കും സ്വീകരിക്കാവുന്ന ഒരു മനോഭാവമാണെന്ന് ഞാൻ വിചാരിക്കാം. പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് സ്വീകരിക്കാവുന്ന ഒരു മനോഭാവമാണ്. നമ്മൾ ആർക്കും എതിരാകേണ്ട കാര്യമില്ല മക്കളെ. എനിക്ക് എന്റെ യുവജനങ്ങളോടും കുഞ്ഞുങ്ങളോടും പറയാനുള്ളത്, നമ്മൾ ആർക്കും എതിരാകേണ്ട കാര്യമില്ല. നമുക്ക് അനുകൂലമായാൽ മതി. നമ്മൾക്ക് അനുകൂലമാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 50 നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മതത്തിന്റെ നോമ്പ് എന്റെ അരികിൽ കൂടെ അവർ അനുഷ്ഠിക്കുന്നുണ്ട്. നല്ല കാര്യം, അവരത് ചെയ്തോട്ടെ. അവരും കൂടുതൽ ആത്മീയമായി അവരുടെ വിശ്വാസം അനുസരിച്ച് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അതിനെപ്പറ്റി അതിശയിക്കുകയും എന്നെ ഇകഴ്ത്തുകയും ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ എന്നെ അറിയുകയും എന്റെ നോമ്പ് എന്താണെന്ന് മനസ്സിലാക്കുകയും അതിന്റെ ആഴം എന്താണെന്ന് മനസ്സിലാക്കുകയും അത് എന്റെ ആത്മീയ ജീവിതത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്ന് പഠിക്കുകയും അതിനനുസരിച്ച് എന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും വേണം. ക്രൈസ്തവ പശ്ചാത്തലത്തിലുള്ള 50 നോമ്പിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബൈബിൾ തന്നെയാണ്. വിശുദ്ധ ബൈബിളാണ് ഈ 50 നോമ്പിന്റെ അടിസ്ഥാനം. പുറപ്പാടിന്റെ പുസ്തകം 16-ാമത്തെ അധ്യായം 35-ാമത്തെ വചനത്തിൽ നമ്മളിപ്പോൾ അനുഷ്ഠിക്കുന്ന ഈ ഒരു നോമ്പ് കാലത്തിന്റെ ഒരു പുരാവൃത്തം കിടപ്പുണ്ട്. അത് മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് കാനാൻ നാട്ടിലേക്ക് സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്ര നടത്തിയ 40 വർഷത്തെ സൂചിപ്പിക്കുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 1 മുതലുള്ള വചനങ്ങളിൽ ഈശോ പരസ്യ ജീവിതത്തിന് ഒരുക്കമായി 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ ഉപവസിക്കുന്നുണ്ട്. അച്ഛൻ വളരെ വ്യക്തമായിട്ട് തന്നെ വലിയ നോമ്പിന്റെ പ്രാധാന്യത്തെ പറ്റി പങ്കുവെക്കുകയുണ്ടായി. ക്രൈസ്തവ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ഉയർപ്പാണ്. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ കർത്താവിൻ്റെ ഉത്ഥാനം, ഈസ്റ്റർ ആഘോഷങ്ങൾ ഒരു സെക്കുലറൈസ് ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പലപ്പോഴും ഈ ക്രിസ്മസ് ആഘോഷം ഈക്വൽ ടു സാന്താക്ലോസ് എന്ന രീതിയിൽ ഒരു പൊതുബോധം സൃഷ്ടിക്കുവാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ ഒരു പരിധിവരെ വിജയിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ ഈസ്റ്റർ ആഘോഷങ്ങളിലേക്ക് വരുമ്പോൾ ഈസ്റ്റർ ഈക്വൽ ടു ഈസ്റ്റർ മുട്ട എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈസ്റ്റർ ആശംസകളിൽ ഈസ്റ്റർ മുട്ടകൾ നമ്മൾ ഇഷ്ടംപോലെ കാണുന്നു. പക്ഷെ ഉത്തിതനായിട്ടുള്ള ക്രിസ്തുവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അത് വലിയൊരു അപജയം തന്നെയല്ലേ? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജയമല്ല. ഈസ്റ്റർ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ജയമാണ്. അവിടെ ഒരു മുട്ടയ്ക്ക് കളർ കൊടുത്ത് അതിനെ അപജയം ആക്കുകയാണ് പലരും. അതുകൊണ്ട് ഈസ്റ്റർ എഗ് എന്നത് ഇപ്പം വലിയ വിപണന സാധ്യതയുള്ള ഒരു വസ്തുവായി മാറിക്കഴിഞ്ഞു. ഈസ്റ്ററിന് ഏറ്റവും കൂടുതൽ ചെലവാകാൻ പോകുന്നത് ഒരുപക്ഷെ മുട്ടയായിരിക്കും. അത് വിശ്വാസത്തിൽ നിന്ന് ഒരു വിശ്വാസ സമൂഹത്തിന്റെ പൊതുബോധത്തെ വഴിതിരിച്ചു വിടാനായിട്ടുള്ള വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് അജണ്ട അതിന്റെ പിന്നിലും. അത് വെറും ഒരു കച്ചവട തന്ത്രം മാത്രമായി ഞാൻ വിചാരിക്കുന്നില്ല. ക്രൈസ്തവ വിശ്വാസത്തിന്റെ കാര്യം പറയുമ്പോൾ അതിന്റെ സത്ത അനുഭവിക്കുന്നവൻ അത് വിട്ടിട്ട് പോകാൻ പറ്റില്ല. ഇപ്പൊ ക്രിസ്മസിനെ സംബന്ധിച്ചിടത്തോളം ദൈവപുത്രന്റെ മനുഷ്യാവതാരം എന്ന ആ ഒരു സത്താപരമായ അതിന്റെ ഉറവ അനുഭവിക്കാൻ പറ്റുന്നവന് സാന്താക്ലോസ് ഒരു സുപ്രധാനമായിട്ടുള്ള കാര്യമേ അല്ല. സാന്താക്ലോസ് ഒരു ഡെക്കറേറ്റഡ് ഡ്രസ്സ് മാത്രമാണ് സത്യത്തിൽ ക്രിസ്മസിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈശോ പിറന്നതിന് ശേഷം 3 നൂറ്റാണ്ട് 300-ലേറെ വർഷങ്ങൾക്ക് ശേഷം ജീവിച്ച ഒരു വിശുദ്ധനോട് ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു പുരാവൃത്തത്തെ വലിയ ആഘോഷമാക്കി ഇന്ന് കൊണ്ടു നടക്കുമ്പോൾ ക്രിസ്തുവിന്റെ മുഖം ക്രിസ്മസ് കാർഡുകളിൽ നിന്ന് മാറ്റാൻ വേണ്ടിയുള്ള വളരെ എളുപ്പത്തിലുള്ള ഒരു ഉപായമായി സാന്താക്ലോസ് മാറുകയാണ്. ക്രിസ്തുവിന്റെ മുഖമാണ്. നമ്മൾ ക്രിസ്തുവിനെ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ ചരിത്രത്തിലൂടെ വന്നിരിക്കുന്ന ഈശോയുടെ മുഖം അത് ക്രിസ്മസ് കാർഡുകളിൽ വരിക തന്നെ വേണം. അല്ലെങ്കിൽ ആ ഒരു ഇമേജറി, ആ ഒരു മനുഷ്യാവതാരം എന്ന മഹാ അത്ഭുതത്തെ സൂചിപ്പിക്കുന്ന ആ ചിത്രങ്ങളാണ് വരേണ്ടത്. പണ്ടങ്ങനെ ആയിരുന്നു, പക്ഷെ ഇപ്പോൾ അതെല്ലാം മാറി. അത് തിരിച്ചു കൊണ്ടുവരണം. നമ്മൾ തീർച്ചയായിട്ടും അത് തിരിച്ചു കൊണ്ടുവരണം. അതുപോലെ തന്നെയാണ് ഈസ്റ്ററിന്റെ കാര്യവും. ഈസ്റ്ററാണ് സത്യത്തിൽ ക്രൈസ്തവ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രധാനമായ വിശ്വാസത്തിന്റെ ആഘോഷം എന്ന് പറയുന്നത് ഈസ്റ്ററാണ്. ഉയർക്കാൻ വേണ്ടിയാണ് ക്രിസ്തു മനുഷ്യാവതാരം ചെയ്തത്. എല്ലാ മനുഷ്യനും അവന്റെ സകല പീഡകൾക്കും ഒടുവിൽ ക്രിസ്തു ഉയർത്തതുപോലെ വിശ്വസിച്ചുകൊണ്ട് ഈ പീഡകളെ ഏറ്റുവാങ്ങുകയും വിശ്വാസത്തിന്റെ പേരിൽ ഈ പീഡകളെ അതിജീവിക്കുകയും ചെയ്യുന്നവന് ക്രിസ്തു ഉയർത്തതുപോലെ തന്നെ ഉയർക്കാനുള്ള ആ കൃപാവരമാണ് ഉയർപ്പിന്റെ സമ്മാനമായ പരിശുദ്ധാത്മാവ്. ഉയർപ്പിന്റെ സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെ ഈശോ നൽകിയത് എല്ലാവർക്കും ഈ ഉയർപ്പ് നൽകാൻ വേണ്ടിയാണ്.
പക്ഷേ ഇവിടെ നമ്മൾ ഉയർപ്പ് തിരുനാൾ ഇങ്ങനെ ആഘോഷിച്ചാൽ മതി, ക്രൈസ്തവർ ഉയർപ്പ് തിരുനാൾ ഈ ഒരു മൊട്ടയ്ക്കുള്ളിൽ ആഘോഷിച്ചാൽ മതി എന്ന് ചിലരങ്ങ് തീരുമാനിക്കുകയാണ്. ആ തീരുമാനത്തിനുള്ളിൽ ഒരു അജണ്ടയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ആ അജണ്ട ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും കാതലായി 50 നോമ്പിന്റെ മഹത്വത്തെ തമസ്കരിക്കുകയും മതിപ്പ് നഷ്ടപ്പെട്ട് വെറും ഒരു മുട്ടതീറ്റ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മുട്ടയ്ക്ക് കളർ കൊടുക്കൽ, മുട്ടയുടെ പുറത്ത് കോമാളി ചിത്രങ്ങൾ വരയ്ക്കൽ, വലിയ മുട്ടയുണ്ടാക്കി അതിലും വരയ്ക്കൽ, ഇതൊക്കെയായിട്ടങ്ങ് മാറുകയാണ് ഈസ്റ്റർ എന്ന് പറയുമ്പോൾ. എന്നാൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ ഇഫ്താർ വിരുന്നിനെ പറ്റി പറഞ്ഞല്ലോ, അതുപോലെ ഞാൻ അതിനകത്ത് മുസ്ലിം സഹോദരങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു എന്ന് ഞാൻ ഈ ഒരു സംവാദത്തിന്റെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. കാരണം അവർക്ക് അവരുടെ വിശ്വാസം പ്രഘോഷിക്കാൻ ഇഫ്താർ വിരുന്നുകളെ വളരെ അർത്ഥമുള്ള ഒരു പ്ലാറ്റ്ഫോം ആക്കി വളർത്തുന്നതിൽ അവർ വിജയിച്ചു. അതുപോലെ ക്രൈസ്തവർക്കും അവരുടെ വിശ്വാസം പ്രഘോഷിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് നമ്മുടെ ക്രൈസ്തവ മത നേതാക്കൾ ഉപയോഗിക്കട്ടെ. എല്ലാ അഭിമന്യ പിതാക്കന്മാരും ഈ ഈസ്റ്ററിന് അവരുടെ ഈസ്റ്റർ ആഘോഷത്തോടൊപ്പം ഇതര മതസ്ഥരെയും കൂടി വിളിച്ചു ചേർക്കട്ടെ. പള്ളിയുടെ പരിസരത്തുള്ള ഇതര മതസ്ഥരെ വിളിക്കട്ടെ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കട്ടെ. അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം ഡൽഹി ചാവറ കൾച്ചറൽ സെന്ററിന്റെ ഡയറക്ടറായ ഫാദർ റോബി കണ്ണഞ്ചിറ CMI അദ്ദേഹം ഈ പ്രാവശ്യം നമ്മുടെ അഭിമന്യ പിതാക്കന്മാരുമായിട്ട് പങ്കുവെക്കുകയും അഭിമന്യ പിതാക്കന്മാർ അതൊരു വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു ചുവടുവയ്പായി ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പം CBCIയുടെ നേതൃത്വത്തിൽ നമ്മുടെ ക്രൈസ്തവ സ്ഥാപനങ്ങളും ക്രൈസ്തവ ദേവാലയങ്ങളും എല്ലാവരും ഈസ്റ്റർ വിശ്വാസത്തിന്റെ പ്രത്യാശയുടെ ഉത്സവമായി ആഘോഷിക്കട്ടെ എന്ന് സഭ ആഗ്രഹിക്കുന്നുണ്ട്. തിരുവുത്ഥാനം എന്ന് പറയുന്നത് പ്രത്യാശയുടെ പെരുന്നാളാണ്. ഉത്ഥാനം പ്രത്യാശയുടെ പെരുന്നാളാണ്. അല്ലാണ്ട് ദുഃഖവെള്ളി കൊണ്ട് നോമ്പ് അവസാനിപ്പിക്കേണ്ട കാര്യമില്ല. ദുഃഖവെള്ളി കൊണ്ട് ഈശോയും നോമ്പ് അവസാനിപ്പിച്ചില്ല. ഈശോ നോമ്പ് അവസാനിപ്പിച്ചത് ഉയർത്തെഴുന്നേറ്റ് കൊണ്ട് തന്നെയാണ്. അപ്പോൾ തിരുവുത്ഥാനത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യനും അവന്റെ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും മുകളിൽ പറക്കാനുള്ള ചിറക് നൽകുന്ന വിശ്വാസത്തിന്റെ അനുഭവമാണ്. അപ്പോൾ ആ ഒരു ഉത്ഥാനമാണ് ശരിക്കും ആഘോഷിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് തിരുവുത്ഥാനമായിട്ട് തന്നെ, മനുഷ്യന്റെ ഉത്ഥാനമായിട്ട് തന്നെ, മനുഷ്യത്വത്തിലേക്കുള്ള ഉയർപ്പായിട്ട് തന്നെ, ആ മനുഷ്യത്വത്തിലേക്ക് മനുഷ്യരെല്ലാവരും ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ അവിടെ ദൈവരാജ്യം സംഭവിക്കുകയാണ്. കാരണം ദൈവം മനുഷ്യത്വത്തിലേക്ക് വന്നതിന്റെ കാരണം മനുഷ്യത്വത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ അവന് ദൈവത്വത്തിന്റെ അനുഭവം ലഭിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ദൈവം മനുഷ്യത്വം സ്വീകരിച്ചത്. ആ മനുഷ്യത്വത്തിലേക്ക് ദൈവം സ്വീകരിക്കാൻ ദൈവത്തിന് തോന്നി. ദൈവം ഏതെങ്കിലും മൃഗത്തിന്റെ രൂപത്തിൽ വന്നതായിട്ട് ക്രൈസ്തവ വിശ്വാസം പറയാത്തതിന് വിശ്വസിക്കുന്നില്ല. കാരണം ദൈവം വന്നത് മനുഷ്യത്വത്തിലേക്കാണ്. കാരണം മനുഷ്യനെയാണ് ദൈവം സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചത്, മൃഗങ്ങളെയല്ല. അതുകൊണ്ട് ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് ദൈവം മനുഷ്യത്വം സ്വീകരിച്ചെങ്കിൽ ആ മനുഷ്യത്വത്തിലേക്ക് എല്ലാ മനുഷ്യരും ഉയരുമ്പോൾ അവരുടെ ഉള്ളിൽ ദൈവത്വം നിറയുകയാണ്. അപ്പോൾ ആ ഒരു നിറവാണ് ഉയർപ്പ്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള കലാപങ്ങൾ ഇല്ലാതെയാകും, യുദ്ധങ്ങൾ ഇല്ലാതെയാകും. അതാണ് പരിശുദ്ധ മാർപ്പാപ്പ ഈ ഒരു ജൂബിലി വർഷത്തിൽ നമുക്ക് പ്രത്യാശയിലേക്ക് തീർത്ഥാടനം നടത്താം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. കാരണം എല്ലാ ക്രൈസ്തവരും പിൽഗ്രിംസ് ഓഫ് ഹോപ്പ് ആണ് എന്ന് മാർപ്പാപ്പ പറഞ്ഞു. നമ്മളുടെ പ്രത്യാശ എന്താണ്? നമുക്ക് ഉയർപ്പുണ്ട് എന്നതാണ് പ്രത്യാശ. ആ ഒരു ഉത്ഥാനത്തിലേക്ക് എല്ലാ മനുഷ്യരെയും നയിക്കാൻ എല്ലാ ക്രൈസ്തവർക്കും കടമയുണ്ട്. എനിക്ക് കടമയുണ്ട്, ജോർജിക്ക് കടമയുണ്ട്. നമ്മൾ രണ്ടും ഈ ഒരു ചർച്ചയിലൂടെ ആ കടമ നിറവേറ്റാൻ പരിശ്രമിക്കുകയാണ്. നമ്മളെ കേൾക്കുന്നവർക്ക് അത് ശരിയാണല്ലോ. ഈ ഉയർപ്പിന്റെ സമയത്ത് നമുക്ക് വെറുതെ രാത്രി കുർബാന കഴിഞ്ഞു വന്നിട്ട് ഉയർപ്പ് ഞായറാഴ്ച നന്നായിട്ട് കിടന്നുറങ്ങി നോമ്പ് വീട് നല്ല പോത്തൊക്കെ അടിച്ച് നോമ്പങ്ങ് വീട്ടി ചുമ്മാ കിടന്നുറങ്ങി അങ്ങ് തീർക്കാം എന്നുള്ള ഒരു പതിവ് രീതിക്ക് അപ്പുറത്ത് എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ പള്ളിയുടെ പരിസരത്തുള്ള എല്ലാ മതസ്ഥരും അവരാഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും ഈ ഒരു കൂട്ടായ്മ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഓരോ വിശ്വാസത്തിന്റെ പേരിൽ എല്ലാവരും കൂടെ കൂടിച്ചേർന്നുകൊണ്ട് വിശ്വാസത്തിന്റെ ചൈതന്യം പങ്കുവെക്കുന്ന ഒരു അനുഭവമാക്കി എന്തുകൊണ്ട് മാറ്റിക്കൂടാ? അങ്ങനെ നമുക്ക് എല്ലാവർക്കും ചിന്തിച്ചുകൂടെ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ പ്രാവശ്യത്തെ ഉയർപ്പ് പ്രത്യാശയുടെ പെരുന്നാളായി, ദ ഫെസ്റ്റിവൽ ഓഫ് ഹോപ്പ്, ഈ ഒരു ജൂബിലി വർഷത്തിൽ, മഹാജൂബിലി വർഷത്തിൽ നമുക്ക് മാറ്റാനായിട്ട് കഴിയണം.
അങ്ങനെ എല്ലാ മതസ്ഥരും അവരവരുടെ വിശ്വാസം സംഘാതമായി പ്രഘോഷിക്കട്ടെ. ഓക്കെ. അതിന് മറ്റ് സംവിധാനങ്ങളിലുള്ള സ്വാധീനം ഉപയോഗിക്കട്ടെ. ഇപ്പൊ രാഷ്ട്രീയ നേതാക്കളായിട്ടുള്ള ക്രൈസ്തവര് അവര് ഈസ്റ്റർ ആഘോഷിക്കട്ടെ. മറ്റ് രാഷ്ട്രീയ നേതാക്കളെയും മറ്റു പാർട്ടിക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് അതെ അതെ ഇപ്പം കോൺഗ്രസ് നേതാക്കളായ ക്രൈസ്തവ നേതാക്കൾ കോൺഗ്രസിലെ തന്നെ മറ്റ് മതസ്ഥരായിട്ടുള്ളവരെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് അവരുടെ വീട്ടിലോ അവരുടെ ഏതെങ്കിലും പൊതുവേദിയിലോ ഈസ്റ്റർ ആഘോഷിക്കട്ടെ, അങ്ങനെ വിശ്വാസം പ്രഘോഷിക്കട്ടെ. അതെ അതെ അല്ലെ? അതുപോലെ തന്നെ വിവിധ സംഘടനാ നേതാക്കൾ, സമുദായ നേതാക്കൾ അവര് ഈസ്റ്റർ ആഘോഷിക്കട്ടെ. തീർച്ചയായും. അപ്പോൾ ആ രീതിയിൽ നമുക്കൊരുമിച്ച് നമ്മുടെ വിശ്വാസത്തെ മറ്റു മതസ്ഥരോട് ചേർന്നുകൊണ്ട് പ്രഘോഷിക്കാം. അപ്പോൾ ഈസ്റ്റർ എന്ന് പറയുന്നത് പ്രത്യാശയുടെ പെരുന്നാളാണ്. ഉത്ഥാനം പ്രത്യാശയുടെ പെരുന്നാളാണ്. ഓക്കെ. നമുക്ക് അതുകൊണ്ട് മറ്റുള്ളവർ അവരുടെ വിശ്വാസം ആഘോഷിക്കട്ടെ, നമുക്ക് നമ്മുടെ വിശ്വാസം ആഘോഷിക്കാം. അങ്ങനെ എല്ലാവരും പരസ്പരം ആദരവോടുകൂടി സ്വന്തം വിശ്വാസം ആഘോഷിക്കുമ്പോൾ എല്ലാവർക്കും ഈ ഉയർപ്പ് സംജാതമാകും. കാരണം ദൈവം മനുഷ്യരെ അടിമയാക്കാൻ വന്ന ദൈവമല്ല, ദൈവം മനുഷ്യരെ തമ്മിൽ തല്ലിക്കാൻ വന്ന ദൈവമല്ല. ദൈവം മനുഷ്യരുടെ ബലഹീനതകളെ സ്വയം ഏറ്റെടുത്ത് അത് കുരിശിന്റെ രൂപത്തിൽ വഹിച്ച് ആ കുരിശിൽ സ്വന്തം ഈ ലൗകിക ജീവിതത്തിന്റെ ചിഹ്നമായ ഉടല് കുരിശിൽ ബലിയർപ്പിച്ച് പെസഹായായിട്ട് അർപ്പിച്ച് വിശുദ്ധ കുർബാനയായി അർപ്പിച്ച് ഉയർത്തെഴുന്നേറ്റാണ്. എല്ലാ മനുഷ്യരിലും പ്രത്യാശയുള്ള എല്ലാ മനസ്സുകളിലും ദൈവം ഉയർത്തെഴുന്നേൽക്കുകയാണ്. ആ ഒരു ഉയർപ്പിന്റെ ചൈതന്യം എല്ലാവരിലും നിറയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു ചൈതന്യമാണ് മറ്റ് നോമ്പുകളെ സമീപിക്കുമ്പോഴും മറ്റ് മതസ്ഥരുടെ ഉപവാസത്തെയും പ്രാർത്ഥനയെയും പറ്റി പറയുമ്പോഴും ക്രൈസ്തവരായിട്ടുള്ളവരുടെ മനസ്സിൽ എൻ്റെ ഈ വിശ്വാസം അർത്ഥപൂർണമാണ്, ഇതിന്റെ ആഴം ഇതിനേക്കാളുമാണ്, ഞാനിപ്പോൾ പറഞ്ഞതിനേക്കാളുമാണ്, കണ്ടതിനേക്കാളുമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് കൂടുതൽ കൂടുതൽ അറിയാനും ക്രിസ്തുവിനെ അറിയാനും ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കാനും എല്ലാവർക്കും കഴിയട്ടെ എന്നാണ് എൻ്റെ ആശംസയും പ്രാർത്ഥനയും. ഓക്കെ. ഒപ്പം തന്നെ നമ്മുടെ ഈ വലിയ നോമ്പിന്റെ പശ്ചാത്തലത്തിൽ ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മുടെ ആ വലിയ നോമ്പിന്റെ ആ ഒരു കണ്ടന്റ്, പ്രത്യേകിച്ച് അതിന്റെ ഒരു യുണീക്നെസ്, അതിന്റെ ഒരു മഹത്വം, അതൊന്നും അച്ഛനൊന്ന് പങ്കുവയ്ക്കാം. ജോർജി, എൻ്റെ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും പരമപ്രധാനമായി പ്രാർത്ഥനാപൂർവം അനുഷ്ഠിക്കുന്ന 50 ദിനരാത്രങ്ങളാണ് 50 നോമ്പ്. അത് ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമതായി അതൊരു ഒരുക്കത്തിന്റെ സമയമാണ്, ഒരു പ്രിപ്പറേഷന്റെ സമയമാണ്. ടൈം ഓഫ് പ്രിപ്പറേഷൻ എന്നാണ് പറയുക നോമ്പ്. എന്തിനുള്ള ഒരുക്കമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോയുടെ പീഡാനുഭവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സ്വന്തം വിശ്വാസ ജീവിതത്തെ നവീകരിക്കാനുള്ള ഒരുക്കമാണ് ഈ നോമ്പ്. അതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ 40 ദിവസത്തെ ഉപവാസത്തെ പറ്റിയുള്ള ഓർമ്മകളാണ് ഈ നോമ്പിലുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ആത്മീയമായ അഭ്യാസങ്ങളുണ്ട്, പരിഹാര ബലികളുണ്ട്, പ്രായശ്ചിത്ത യാത്രകളുണ്ട്, അങ്ങനെ ആത്മസംയമനത്തിനുള്ള കർമ്മങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഈ ആത്മസംയമനത്തിനുള്ള കർമ്മങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നോമ്പിന് 3 തൂണുകളുണ്ട് എന്നാണ് പറയുക. ഏതൊക്കെയാണത്? പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം. നമ്മുടെ 50 നോമ്പിലെ 3 പില്ലേഴ്സ് എന്ന് പറയുന്നത് പ്രാർത്ഥനയും ഉപവാസവും ദാനധർമ്മവുമാണ്. പ്രാർത്ഥനയിലൂടെ, അത് മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 1 തൊട്ടുള്ള 18 വരെയുള്ള വചനങ്ങളിൽ ഈശോ മലയിലെ പ്രസംഗത്തിലാണത് സൂചിപ്പിക്കുന്നത്. ഈശോ ഉപവാസം കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് നേരെ നടത്തിയ അഷ്ടഭാഗ്യങ്ങൾ ഉൾപ്പെടുന്ന ആ മലയിലെ പ്രഭാഷണത്തിൽ ഈശോ ഈ നോമ്പിന്റെ പ്രാധാന്യമാണ് പറയുന്നത്. കാരണം ഈശോ അതിനെ അനുഭവിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്ന വഴിയാണ്. അവിടെ ഈശോ പറയുന്നത് ഒന്നാമത് വേണ്ടത് പ്രാർത്ഥനയാണെന്ന്. അപ്പൊ പ്രാർത്ഥന നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുകയാണ്. രണ്ടാമത് നമ്മൾ ഉപവാസമാണ്. എന്താണ് ഉപവാസം എന്നുള്ള വാക്കിന്റെ അർത്ഥം? ഉപവസിക്കുക, കൂടെ വസിക്കുക, ഈശോയോട് കൂടെ വസിക്കുക, ദൈവത്തോട് കൂടെ വസിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ലോകത്തിന്റെ സന്തോഷങ്ങൾ നമ്മൾ അകറ്റി നിർത്തണം. അതാണ് ഉപവാസം. അപ്പോൾ ഉപവാസത്തില് നമ്മൾ ഭക്ഷണമാണ് കൂടുതൽ ഉപവാസത്തിന് വേണ്ടി ഒരു പ്രതീകാത്മകമായി നമ്മൾ മാറ്റിവെക്കുന്നതെങ്കിലും അതിന്റെ അടിസ്ഥാനപരമായ അർത്ഥം ലോകത്തോട് അകലുക, ദൈവത്തോട് അടുക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ദൈവത്തോട് അടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അയൽക്കാരോടും അടുക്കണം, നമ്മുടെ സഹോദരങ്ങളോടും നമ്മൾ അടുക്കണം. അതിനുവേണ്ടിയാണ് ദാനധർമ്മം ഈശോ അവതരിപ്പിക്കുന്നത്. ഈശോ പറയുന്നത് പ്രാർത്ഥനയും ഉപവാസവും ദാനധർമ്മവും ഇത് നോമ്പിന്റെ അടിസ്ഥാനപരമായ 3 പില്ലേഴ്സ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാണ്. അപ്പം ജോൺ ക്രിസോസ്റ്റം എന്ന പുണ്യവാൻ പറയുന്നത് ഈ ഭക്ഷണം മാത്രം ഉപേക്ഷിച്ചിട്ട് കാര്യമില്ല, നോമ്പിന് കാമ്പുണ്ടാകണമെന്നുണ്ടെങ്കിൽ നിന്റെ നാവിന് നോമ്പുണ്ടാകണം എന്നാണ്. ഒന്നാമത് നിന്റെ നാവിന് നോമ്പുണ്ടാകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ സംസാരിക്കുമ്പോൾ
ഉചിതമായത് മാത്രം സംസാരിക്കണം. നിന്റെ കണ്ണിന് നോമ്പുണ്ടാവണം, നിന്റെ ചെവിക്ക്, എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഉചിതമായത് മാത്രം കാണണം. ബാക്കി കാണാൻ പാടില്ലാത്തത് ഏതാണ്, കാണാവുന്നത് ഏതാണ് എന്ന് കണ്ണിനോട് പറയണം എന്ന് പറയാണ്. നിന്റെ ചെവിക്ക് നോമ്പുണ്ടാവണം. കാരണം കേൾക്കാൻ പാടില്ലാത്തൊന്നും കേൾക്കേണ്ട കാര്യമില്ല നോമ്പുകാലം അത്തരത്തിൽ. പിന്നെ നിന്റെ പാദങ്ങൾക്കും കൈകൾക്കും ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും നോമ്പുണ്ടാകണം എന്ന് പറയുകയാണ്. അങ്ങനെ അപ്പോഴാണ് ഈ നോമ്പിന് കാമ്പുണ്ടാകുന്നത്. അല്ലാതെ നമ്മൾ കുറച്ച് ഇറച്ചി കഴിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് ഒരു സംതൃപ്തി, ഇറച്ചിയും മുട്ടയും മീനും കഴിച്ചില്ല, ഉടനെ നോമ്പ് പൂർണ്ണമായി. അങ്ങനെ 50 ദിവസം പൂർത്തിയാക്കുന്ന 50-ാം ദിവസം കുപ്പിയും പൊട്ടിച്ച് മദ്യത്തിന് വീണ്ടും അടിമയായി മാറുന്ന ഒരു തരം താഴ്ന്ന ഒരു രീതി, അതൊരിക്കലും ക്രൈസ്തവ നോമ്പിന്റെ ചൈതന്യമല്ല. അപ്പോൾ ഈ 3 പില്ലേഴ്സ് നിലനിർത്തിക്കൊണ്ടാണ്. ഒപ്പം നമുക്ക് ഈ നമ്മുടെ ബിബ്ലിക്കൽ ഫൗണ്ടേഷൻസ് നമ്മൾ കൃത്യമായിട്ട് എല്ലാ വിശ്വാസികളും നോമ്പിന്റെ കാര്യത്തിൽ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ബിബ്ലിക്കൽ ഫൗണ്ടേഷൻസ് എന്താണ്? മത്തായിയുടെ സുവിശേഷം 16:24 ഈശോ പറയുകയാണ്, എന്നെ ആരെങ്കിലും അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശും വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് പറയുകയാണ്. അപ്പം ലൂക്കായുടെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും 4-ാം അധ്യായത്തിലും ഒക്കെ നമ്മൾ ഈ മരുഭൂമി അനുഭവം കാണുന്നത് ഈ ഒരു കുരിശു വഹിക്കല് തന്നെയാണ്. എല്ലാ വ്യക്തികളോടും ഈശോ ഈ ഒരു മരുഭൂമി അനുഭവം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കുരിശുമായിട്ട് നമ്മുടെ ജീവിതത്തെ ബന്ധിപ്പിക്കണം. ജീവിതത്തിന്റെ പ്രയാസങ്ങളെ കുരിശുകൾ ആയിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ആ കുരിശും ചുമന്നുകൊണ്ട് നമ്മൾ ഈശോയുടെ പിന്നാലെ പോകണം എന്നാണ് നമ്മുടെ ബൈബിൾ അടിസ്ഥാനമാക്കി നോമ്പിനെ കാണുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് പോപ്പ് ലിയോ ദ ഗ്രേറ്റ് അദ്ദേഹം പറയുകയാണ്, ഈശോ ഉപവാസത്തിലൂടെയും പരിത്യാഗത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും കുരിശു വഹിക്കലിലൂടെയും കുരിശിന്റെ വഴിയിലൂടെയും ഒക്കെ സ്വന്തം ശരീരത്തിൽ പൂർത്തിയാക്കിയ ഒരു നിയോഗമുണ്ട്, രക്ഷാകര ദൗത്യമുണ്ട്. അത് ഈശോയുടെ ഭൗതിക ശരീരമായ സഭ ഈ നോമ്പിലൂടെ പൂർത്തിയാക്കും. ഈശോയുടെ ഭൗതിക ശരീരമായ സഭയിലെ എല്ലാ അംഗങ്ങളും ഈ നോമ്പ് അതിന്റെ പവിത്രമായ അർത്ഥത്തിൽ പൂർത്തിയാക്കുമ്പോഴാണ് ഈശോ സ്വന്തം ശരീരത്തിൽ പൂർത്തിയാക്കിയ ഈ നോമ്പ് അത് അർത്ഥമുള്ളതായി മാറുകയുള്ളൂ എന്ന് പോപ്പ് ലിയോ ദ ഗ്രേറ്റ്, മഹാനായ മാർപ്പാപ്പ നമ്മളോട് പറഞ്ഞു തരികയാണ്. ഒപ്പം ഇതൊരു മാനസാന്തരത്തിലേക്കുള്ള ഒരു വിളി കൂടിയാണ്. നോമ്പ് നമ്മെ സംബന്ധിച്ചിടത്തോളം മാനസാന്തരത്തിലേക്കുള്ള വിളിയാണ്. ഇത് അടിസ്ഥാനപരമായ ആശയം എന്ന് പറയുന്നത് അനുതാപം തന്നെയാണ്, മാനസാന്തരമാണ്, റിപ്പന്റൻസ് ആണ്. അതാണ് സ്നാപകയോഹന്നാൻ മർക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 15-ാമത്തെ വചനത്തിൽ പറയുന്നതാണ് മാനസാന്തരപ്പെടുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഈ 2 കാര്യങ്ങളാണ് നോമ്പിൽ സംഭവിക്കേണ്ടത്. ഞാൻ മാനസാന്തരപ്പെടണം, എൻ്റെ മനസ്സിന് അന്തരം ഉണ്ടാവണം. അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തില് നോമ്പ് എന്ന് പറയുന്നത് ഒരു സാക്രമെന്റൽ സൈനാണ്, ഒരു കൗദാശിക ചിഹ്നമാണ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ്? അത് എൻ്റെ ഹൃദയത്തിലേക്ക് മടങ്ങാനുള്ള ഒരു വിളിയാണത്. കാരണം അവിടെ ഞാൻ എൻ്റെ ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെടണം എന്ന് പറയാം. അപ്പോൾ ഇതൊരു മാനസാന്തരത്തിലേക്കുള്ള ഒരു വിളി കൂടിയാണ് നമ്മുടെ നോമ്പെന്ന് പറയുന്നത്. ഒപ്പം ഈ മരുഭൂമി ഒരു വലിയ ചിഹ്നമാണ്. മരുഭൂമി ഒരു ഏകാന്തതയുടെയും ഒപ്പം അതിജീവനത്തിനുള്ള ആ ഒരു കരുത്തിന്റെയും ഒക്കെ ആർജിച്ചെടുക്കലിന്റെ ഒരു ഇടമാണത്. അപ്പം ഒറ്റപ്പെടുന്ന അനുഭവത്തിലൂടെ എല്ലാവരും കടന്നു പോകാറുണ്ട്. ജീവിതത്തിന്റെ ഒരു ചിത്രമായിട്ടാണ് നോമ്പ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഹോസിയയുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 14-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഞാൻ നിങ്ങളെ വിജന പ്രദേശത്തേക്ക് കൊണ്ടുവരും, അവിടെ വെച്ച് നിന്റെ മനസ്സ് ഏകാന്തമാകുമ്പോൾ ഞാൻ നിന്നോട് ഹൃദ്യമായി സംസാരിക്കും. അപ്പോൾ എല്ലാ ആത്മീയ ജീവിതം നയിക്കുന്ന ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മരുഭൂമി അനുഭവം ദൈവം സംസാരിക്കുന്ന ഇടമാണ്. മനസ്സ് ശാന്തമാകുന്നിടത്താണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ബേസില് പറയുകയാണ്, മരുഭൂമി എന്ന് പറയുന്നത് ശാന്തതയുടെ അമ്മയാണ് എന്നാണ് പറയുന്നത്. ശാന്തതയുടെ അമ്മ, എനിക്ക് ആ പ്രയോഗം വളരെ ഇഷ്ടമാണ്, വായിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും. ശാന്തതയെ ജന്മം നൽകുന്ന അമ്മയാണ് ഈ മരുഭൂമി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിയ വരൾച്ചയിൽ നിന്ന് ദൈവത്തിന് നമ്മുടെ മനസ്സിൽ ഈ ശാന്തത ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അതായത് ആരൊക്കെ ത്യാഗം ചെയ്തും പരിത്യാഗം ചെയ്തും ഉപവസിച്ചും ദാനധർമ്മം ചെയ്തും നോമ്പ് നോക്കുന്നുണ്ടോ അവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ സ്വരം ശ്രവിക്കാൻ കഴിയുന്ന ഒരു ശാന്തത പ്രത്യക്ഷപ്പെടും ഈ നോമ്പിന്റെ അവസാനം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ലെൻഡ് ഈസ് നോട്ട് ദ എൻഡ് എന്ന് പറയാറുണ്ട്. നോമ്പ് എന്ന് പറയുന്നത് ഒരു അന്ത്യമല്ല,
അത് ഈശോയുടെ പെസഹ രഹസ്യത്തിലൂടെ, ഈശോയുടെ കുരിശുമരണത്തിലൂടെ തിരുവുത്ഥാനത്തിലേക്കുള്ള ഒരു യാത്രയാണ്. അതുകൊണ്ട് ഈശോയുടെ കുരിശിലേക്ക് ഈശോ നോമ്പുകാലത്ത് നമ്മളെ വിളിക്കുന്നത് ഈശോയുടെ ഉയർപ്പിലേക്ക് നമ്മൾ കടന്നു വരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് സഭാപിതാക്കന്മാരെല്ലാവരും സൂചിപ്പിക്കുന്നുണ്ട്, ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ദുഃഖവെള്ളിയിൽ അവസാനിക്കരുത്. പക്ഷെ നമ്മുടെ ഈ ഒരു കേരളത്തിന്റെ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ നോക്കിയാൽ 50 നോമ്പിന്റെ ഏറ്റവും ആഘോഷം മീൻസ് ഏറ്റവും ജനപങ്കാളിത്തമുള്ള ഒരു അനുഷ്ഠാനം എന്ന് പറയുന്നത് കുരിശിന്റെ വഴിയാണ്. ഓശാന ഞായറാഴ്ച അതുപോലെ തന്നെ വലിയൊരു ജനപങ്കാളിത്തം നമ്മുടെ ദേവാലയങ്ങളിൽ വരും. കുരുത്തോലയുമായി ഈശോയുടെ ഒപ്പം കഴുതപ്പുറത്ത് എഴുന്നള്ളിയ നമ്മുടെ രാജാവിനോടൊപ്പം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന ആ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്ന അനുഭവം ഓശാന ഞായറാഴ്ച നമ്മൾ വലിയ ആഘോഷമായിട്ടാണ് കൊണ്ടാടുന്നത്. ഒപ്പം പെസഹ വ്യാഴാഴ്ച നമുക്ക് വലിയ ആഘോഷമാണ്. വിശുദ്ധ കുർബാനയുടെ സ്ഥാപനവും ഈശോയുടെ പാദക്ഷാളനവും കാല് കഴുകി മുത്തലുമൊക്കെ നമ്മുടെ വിശ്വാസത്തിന് ഏറ്റവും ആർദ്രമായ അനുഭവങ്ങൾ നമുക്ക് തരുന്നതാണ്. അതിനുശേഷമാണ് ഏറ്റവും വികാരാർദ്രമായ ഈശോയുടെ പീഡാനുഭവത്തെ പറ്റിയുള്ള ധ്യാനമാണ് കുരിശിന്റെ വഴി. എനിക്ക് ഏറ്റവും ഹൃദ്യമായ ഒരു അനുഭവം കുരിശിന്റെ വഴി തന്നെയാണ്. പക്ഷേ നമ്മുടെ പൊതുവായിട്ടുള്ള ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തമുള്ള ഒരു വിശ്വാസ പ്രഘോഷണത്തിന്റെ ഒരു ഇടം കുരിശിന്റെ വഴി കൊണ്ട് അവസാനിക്കുകയാണ്. പക്ഷെ അത് അവസാനിക്കാൻ പാടില്ല. കുരിശിന്റെ വഴിയിൽ, ദുഃഖവെള്ളിയിൽ അവസാനിക്കുന്നതല്ല ക്രൈസ്തവന്റെ നോമ്പ്. ക്രൈസ്തവന്റെ നോമ്പ് ഏറ്റവും കൂടുതൽ അർത്ഥപൂർണമായി നമ്മളെ വിളിക്കുന്നത് ദുഃഖവെള്ളിയിലേക്കല്ല. ദുഃഖവെള്ളിയിലൂടെ വിശുദ്ധ അംബ്രോസ് പറയാണ്, ദുഃഖവെള്ളിയിലൂടെ ഉയർപ്പിലേക്കുള്ള വിളിയാണ്, തിരുവുത്ഥാനത്തിലേക്കുള്ള വിളിയാണ് ക്രൈസ്തവനെ സംബന്ധിച്ച നോമ്പ്. കാരണം ക്രൈസ്തവൻ ആഘോഷിക്കേണ്ടത് ഈശോയുടെ ഉയർപ്പാണ്. ക്രിസ്തുവിന്റെ ഉയർപ്പിലാണ് നമ്മുടെ വിശ്വാസം. ക്രിസ്തു ഉയർത്തിട്ടില്ലെങ്കിൽ നമ്മളുടെ വിശ്വാസം വ്യർത്ഥമാണ് എന്ന് വിശുദ്ധ പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വളരെ നന്ദി അച്ഛാ. തീർച്ചയായിട്ടും പലപ്പോഴും കേരളത്തിലൊരു പശ്ചാത്തലത്തിൽ ഈ മതേതരം പൂത്തുലയാൻ വേണ്ടി മറ്റ് പല മതവിശ്വാസങ്ങളോടും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുവാനും അനുഭാവത്വം പുലർത്തുവാനും അത് പ്രഖ്യാപിക്കുവാനും വേണ്ടി ഓടി നടക്കുന്ന ക്രിസ്ത്യാനികൾ ഒരു കാര്യം തിരിച്ചറിയുക: കാൽവരി കുരിശിൽ നിനക്കായി ബലിയായി തീർന്ന കർത്താവ് ഒരുക്കിയ ആ വിരുന്നിൻ്റെ പ്രാധാന്യത തിരിച്ചറിയുക, വലിയ നോമ്പിൻ്റെ ആ ഗൗരവം, മഹത്വം തിരിച്ചറിയുക, ഈസ്റ്റർ ആഘോഷമാക്കുക. എല്ലാ മതാചാരങ്ങൾക്കും മതാനുഷ്ഠാനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്, അതാത് മതത്തിൻ്റെ ഒരു ചട്ടക്കൂടിൻ ഉള്ളിൽ നിന്ന് നാം നോക്കുമ്പോൾ. എന്നാൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും തിങ്ങിപ്പാർക്കുന്ന ഒരു ദേശത്ത് ചില മതാചാരങ്ങൾക്ക് മാത്രം അമിതമായിട്ടുള്ള ഗ്ലോറിഫിക്കേഷൻ, ഒരു പ്രാധാന്യത കൊടുക്കുന്ന ഒരു സമീപനം, അത് ഒട്ടും തന്നെ ഒരു ജനാധിപത്യ സമൂഹത്തിന്, മതേതര സമൂഹത്തിന് ഭൂഷണമല്ല എന്നൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വലിയ നോമ്പിൻ്റെ ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ച്, മഹത്വത്തെക്കുറിച്ച് വളരെ ശക്തവും വ്യക്തവുമായിട്ടുള്ള ഭാഷയിൽ ആശയങ്ങൾ പങ്കുവച്ച ഫാദർ റോയ് കണ്ണഞ്ചിറ CMI അങ്ങേക്ക് നന്ദി.